ഇവളെല്ലാം കെട്ടിപ്പറക്കി സ്ഥലം വിടുകയാണോ? ഈശ്വര, പൊക്കളയോ. ഞാനില്ലാത്തപ്പോ എന്റെ മുറി കയറാൻ ആരാ പറഞ്ഞ? എന്റെ വിലപ്പെട്ട പല സാധനങ്ങളും ഇവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ അടിച്ചു മാറ്റാൻ അല്ലാതെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? വിലപ്പെട്ടതെന്താ ഈ മുറിന്ന് നഷ്ടപ്പെട്ടതെന്ന് അറിയുമ്പോ ചോദിച്ചാ പോരെ? അതെങ്ങനെയാ? വില എന്താന്നും സ്വന്തം നില എന്താണെന്നും തിരിച്ചറിയുന്നവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കൂടെ നിന്ന് ചതിക്കുന്നവരെ കാണുന്നത് പോലെ എനിക്ക് വെറുപ്പാ. വീണ്ടും ചതിയെന്നും പറഞ്ഞ് വരുന്നത് കണ്ടില്ലേ? എന്റെ ചില ഫയലുകളും ചില മരുന്നുകളും എടുക്കാൻ വിട്ടുപോയ ഡ്രസ്സുകളും ഒക്കെ എടുക്കാൻ വന്നതാണേ. മരുവത്തൂരിലേക്ക് വരുമ്പോഴേ കയ്യിലൊരു കൊച്ചു ബാഗേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഫയലുകളൊക്കെ വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടേതാ. വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോ എന്റെ കമ്പനിയുടെ ഫയലുകളൊക്കെ എന്തിനാ എടുത്തോണ്ട് പോകുന്നത്? നിന്ന നിൽപ്പിൽ അടിച്ചിറക്കി വിട്ടതല്ലേ? ബാഗൊന്നും എടുത്തില്ലല്ലോ. ഫയലുകൾ ദേണ്ട കിടക്കുന്നു. അതെന്താണെന്ന് നോക്കാൻ അറിയില്ലല്ലോ. മത്തങ്ങയുടെയും മലക്കറിയുടെയും കണക്കാണെന്നായിരിക്കും വിചാരം. എന്നെ ഇരട്ട പേര് വിളിച്ച് കളിയാക്കരുത്. മത്തങ്ങ എന്റെ സ്കൂളിൽ വിളിക്കുന്ന പേരാ. കളിയാക്കി ചിരിക്കുന്നു നിന്നെ. തൊട്ടു പോര് തന്നെ. ദേഹത്ത് തൊടാനുള്ള അവകാശം അടിച്ചു കളഞ്ഞ ഭർത്താവിനില്ല. എന്റെ ഈ ഡ്രസ്സ് ഞാൻ കൊണ്ടുപോവുക. അതെടുക്കാനാ വന്നത്, അല്ലാതെ കൂടെ പൊറുക്കാനല്ല. പൊറുക്കാനിങ്ങ വാ, അപ്പൊ കാണാം. ആ കാണാം. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ എന്തെങ്കിലും പറയുമ്പോ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും ഒരു മനസ്സുണ്ടെന്ന് മറന്നു പോവരുത്. വിശ്വാസത്തെപ്പറ്റി വലിയ കഥയൊക്കെ പറയുന്ന ആളല്ലേ ആ കൊമ്പുള്ള മാനെ. അങ്ങനെ അനക്കില്ലെന്നുള്ള വിശ്വാസം പെണ്ണിനുള്ളതുപോലെ തന്റെ പ്രിയപ്പെട്ടവളുടെ സുന്ദരമായ കണ്ണ് പൊട്ടിപ്പോവരുതെന്നുള്ള കരുതല് കൊമ്പുള്ള മാനുണ്ട്. അതൊരു വിശ്വാസ. ഡോക്ടർ ജെസ്സി.